Hi friends, welcome to our channel FM Castle. നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ പലതരം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അതായത് ഗൂഗിളിൻ്റെ സർവീസായ പ്ലേസ്റ്റോറിൽ നിന്നാണല്ലോ. ഈ പ്ലേസ്റ്റോറിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പലതരം ടിപ്സും ട്രിക്സും ഉണ്ട്. അതിൽ കുറച്ച് ടിപ്സും ട്രിക്സുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡൗൺലോഡ് ആകാറില്ല. പകരം ഇതുപോലെ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻസൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ഡൗൺലോഡ് ആകാറില്ല. പകരം ഇതേപോലെ തന്നെ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു ട്രിക്കുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ചില ഫോണുകളിൽ മൈ ആപ്സ് എന്ന് പറഞ്ഞ പേരിലായിരിക്കും കാണപ്പെടുന്നത്. ഞാൻ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചില ഫോണുകളിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാവുന്നതാണ്. ഇതിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതായത് ആപ്പ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കിതിൽ കാണാവുന്നതാണ്. നമുക്ക് വേണ്ടത് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറാണ്. അതിനായിട്ട് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാണാം. ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പണായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് രണ്ട് മെയിൻ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ക്ലിയർ സ്റ്റോറേജ് അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ വലത് സൈഡിലായിട്ട് തന്നെ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഈ ക്യാഷ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏത് ആപ്ലിക്കേഷനാണ് മുൻപ് ഇൻസ്റ്റാൾ ആകാതിരുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്നതാണ്. അതുപോലെ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ച എല്ലാ ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മൊബൈലൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാൽ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവരവരുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ ഏജിനനുസരിച്ച് പ്ലേ സ്റ്റോറിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഷോ ചെയ്യാമെന്നുള്ള സെറ്റിങ്സാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മെനു എടുക്കുക. അതിൽ താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പണായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് താഴെ ഫാമിലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ പേരൻറ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പേരൻറ്റ്സ് കൺട്രോൾസ് ആർ ഓഫ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് അവർ പിന്ന് ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മളൊരു പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് വീണ്ടും നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും അതേ പിന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ കുട്ടികൾ കാണാതെ വേണം ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങളുടെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പിൻ ഉപയോഗിച്ച് അവർ ഇത് ഓപ്പൺ ചെയ്ത് ഈ സെറ്റിങ്സ് എല്ലാം മാറ്റുന്നതും അവർക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പലതരം ഏജ് ലിമിറ്റിൻ്റെ ഓപ്ഷൻ കാണാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ അലോ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്യണോ ആ ഒരു ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ 16+ എന്ന് പറഞ്ഞ ഏജ് സെലക്ട് ചെയ്തു. അതിനുശേഷം സേവ് കൊടുത്തു. ഇനി മുതൽ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ഏജ് ലിമിറ്റിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസും ഗെയിംസും മാത്രമേ പ്ലേ സ്റ്റോറിൽ ഷോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എത്രത്തോളം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് നേരത്തെ നോക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമേ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ കാണുന്നുണ്ട്. ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്കിവിടെ കുറേ റിവ്യൂ കാണാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് മോസ്റ്റ് റെലവൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമുക്കത് ഫിൽറ്റർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഇങ്ങനെ മോസ്റ്റ് റെലവൻറ്റ് മോസ്റ്റ് റീസെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ ഷോ റിവ്യൂസ് ഫോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ലേറ്റസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ദിസ് ഡിവൈസ് മോഡൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിൽ നമ്മൾ ദിസ് ഡിവൈസ് മോഡൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതേ സെയിം മോഡൽ ഡിവൈസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തവർ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റിവ്യൂ നോക്കിയിട്ട് നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമോ എന്നുള്ളത് നമുക്ക് നേരത്തെ നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറുണ്ട്. അങ്ങനെ നമ്മുടെ കുറേ സമയവും MBയും വേസ്റ്റ് ആകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആദ്യം കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പണായിട്ട് വരുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ പ്ലേ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പണായിട്ട് വരുമ്പോൾ അപ്ഗ്രേഡ് വെബ് ലിങ്ക്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു ബട്ടൺ കാണാവുന്നതാണ്. അത് നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഇനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ വീണ്ടും വരിക. അതിനുശേഷം ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ കോൾ ഓഫ് ഡ്യൂട്ടി എടുത്തു. അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാവുന്നതാണ്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ട്രൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പ് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ട്രൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഗെയിം ഓപ്പണായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ്. എന്നാൽ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്ഷൻ എടുക്കുക. അതിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പണായിട്ട് വരുമ്പോൾ ഏറ്റവും താഴെയായിട്ട് എബൌട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങളിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പണായിട്ട് വരുമ്പോൾ അതിൽ താഴെ പ്ലേ സ്റ്റോർ വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിവിടെ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അവിടെ അപ്ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ഗുഡ് ബൈ.